മനസ്സിലാവില്ല. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ഓർത്തുപോയി. എനിക്കിന്ന് എന്തെങ്കിലും പറ്റിയാൽ വയസ്സായ എന്റെ അമ്മയും അച്ഛനും കൂടി തള്ളയില്ലാത്ത ഒരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഉരിയ കഞ്ഞിവെള്ളത്തിന് നാടൊട്ടുക്ക് നടന്നിട്ടുണ്ട്. സാറിന് വേറെ എത്ര ട്യൂഷനുണ്ട്? 3-4 വീട്ടിലെന്താ അയക്കാൻ കാണും? 10-50 രൂപ അയക്കാം. സാറ് കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം. ഗോപാല, ആ കൊച്ചുങ്ങൾക്ക് ചോറ് കൊടുത്തോ? കൊടുക്കുക. നിങ്ങൾ ചോറുണ്ടോ? ഉണ്ട്. എടാ, നിനക്ക് ഇവളിവിടെ നിർത്താൻ സമ്മതമാണോ? വലിയ ജോലിയൊന്നുമില്ല, പാത്രം എടുക്കാൻ പറ്റോ ചെയ്താൽ മതി. എന്താ, നിനക്കിഷ്ടമാണോ? നിന്റെ പേരെന്താ? അമ്മിണി. അമ്മിണി ഇവിടെ താമസിച്ചു. ചേട്ടൻ നിന്നെ വല്ലപ്പോഴും കാണാൻ വരും. ഇവളെവിടെ നിർത്തുന്നോ? നിർത്താം. എന്നാ നീ പൊയ്ക്കോ. നീ ഇന്ന് ഒരു ജോലിയും ചെയ്യണ്ട. അപ്പുറത്തോട്ട് ചെല്ല്, പിള്ളേരെല്ലാരും അവിടെ കാണും. ചെല്ല്. ചേട്ടൻ വല്ലപ്പോഴൊക്കെ വരാൻ മണി. നിന്റെ പടം എങ്ങിട്ടാ ഇവിടെ വെച്ചേക്കാം. നിന്റെ അച്ഛന്റെ പടം നമുക്ക് ഇവിടെ എങ്ങാനും വെക്കാം. ആ, നീ കരയരുത്. കരഞ്ഞാ ഞാൻ പറഞ്ഞു വിടും. നീ പൊയ്ക്കോ. പിന്നെ വാ. ചേട്ടൻ പോട്ടെ. കുറച്ച് നാളോട് ഒന്ന് ക്ഷമിക്കണ്ട ഐ ഡി സാറേ. ഞാൻ പറഞ്ഞില്ലോ രവിയെ പിടിച്ചങ്ങ് കയ്യിലോട്ട് തരാമെന്ന്. അല്ല, അവൻ ഇരിക്കുന്ന സ്ഥലമൊന്ന് പറഞ്ഞു തന്നാ മതി. അതൊരു വിശ്വാസവഞ്ചനല്ലയോ? അല്ലയോ ഇസ്രായേൽക്കാ? അല്ല, ഈ രവി വേഷം മാറിയാണ് നടക്കണെന്ന് പറയണ കേട്ടല്ല അവനെ. കേക്കണോ രസം? ഞാനേ ഇന്നലെ നമ്മുടെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പൊ ഉണ്ടണ ഒരു സ്വാമി നടന്നു വരും. ഒറ്റ നോട്ടത്തിന് എനിക്ക് ആളെ പിടികിട്ടി. പിന്നല്ലാതെ ഞാൻ ചോദിച്ചാ നീ എങ്ങോട്ട് പോടാ? അവനാണ് മോശക്കാരനാണ്. ഉടനെ അവൻ ഇടാ ഭക്ത ഓം ക്രീം ചാമുണ്ടായെന്നെല്ലാം ചില വേല. അവൻ എടാ എന്റെ അടുത്ത് ഈ ജാടകളൊന്നും കാണിക്കണ്ട കേട്ടോ. ഞാൻ കുറിപ്പേട്ടനാ. ഞാൻ പതിക്കെ കൈ അകത്തോട്ടിട്ട് ആ താടിക്കൊരു വേല, താടിയും മീശയുണ്ട് പുക്കൊന്നും എന്നിട്ട് ആ സ്റ്റേഷനിൽ ഒന്ന് പറയാനില്ലല്ലോ. അത് വിശ്വാസം അല്ലയോ? എന്നിട്ട് ആ ചെറുക്കൻ എന്റെ കാലിലോട്ട് കെട്ടി പിടിച്ചിട്ടൊരു കരച്ചിൽ. സത്യം എനിക്കും കരച്ചിൽ വന്നു കേട്ടോ. നിങ്ങളൊന്ന് സമാധാനിക്കേ. ഞാൻ അവനെ പിടിച്ചു തരാമെന്ന് നിങ്ങൾ അവനെ ഒട്ട് തിരക്കുകയും വേണ്ട, തിരക്കിയാലോട്ട് കിട്ടാനും പോകുന്നില്ല. അവൻ ഇരിക്കുന്നിടം കുറുപ്പ് സാറിന് അറിയാവോ? അതെന്ത് ചോദ്യമായി സാറേ? ഞാൻ അവനെ തന്നോളാം, ഇത് ഞാൻ തിന്നോളാം. കാക്ക ഇങ്ങോട്ട് വന്നേ. എന്നിട്ട്
അപ്പൊ പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. ഞാനിപ്പോ പറഞ്ഞ ആളില്ലയോ, പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അസനാരയാക്ക വല്ലപ്പോഴും ഇത്തിരി നല്ലെണ്ണ തല വെച്ചൊന്ന് കുളിക്കണം. പാപ്പാടെ ചെവി ആരും കടിച്ചു തിന്നായിരുന്നാ മതി. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. പുള്ളിക്കാരൻ വലിയ ആളായിരിക്കുക. അങ്ങനെ പുള്ളിക്കാരൻ വലിയ ആളാവണ്ട. നബീസ ബീബി അറിഞ്ഞോ, ഇന്ന് നമ്മുടെ ശാരദാമ്മയെ ജാമ്യത്തിൽ ഇറക്കുന്ന ദിവസമാണ്. നമ്മുടെ മധുസൂദനം പിള്ള സാറ്. പുള്ളിക്കാരൻ അങ്ങനെയൊന്ന് തോന്നി. ശരി ശരി, മിസ്റ്റർ മധുവിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയാണ് ജാമ്യം കൊടുക്കുന്നതിനെ ഞാൻ എതിർക്കാതിരുന്നത്. ഞാനൊരു വികാരജീവിയായ മനുഷ്യനാണ്. അവളോട് എനിക്ക് പണ്ട് മുതൽ ജാമ്യം എഴുതി വെച്ചു കഴിഞ്ഞല്ലോ. എഴുതി വെച്ചു. മിസ്റ്റർ മധു താല്പര്യം കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അത് ഓർമ്മയിരിക്കട്ടെ. നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പോയി കൊച്ചിങ്ങനെ ഒന്ന് കണ്ടാട്ടെ. വേണ്ട, മധുവിന്റെ കാരുണ്യത്തിൽ എനിക്ക് ജാമ്യം വേണ്ട. ഞാൻ പോകുന്നില്ല. ഇനി ഇത് പറഞ്ഞാൽ പറ്റുമോ? ജാമ്യം എഴുതി വെച്ചില്ല. നിങ്ങളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമില്ല, അതും മിസ്റ്റർ മധുവിനെ കരുതി. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഒക്കെല്ലാം പറന്ന് ചെന്ന് കുഞ്ചപ്പാടം തന്നിലെ വീണ് അതിലൊരു വെളുത്ത ഹോക്ക് കറുത്ത ഹോക്കിൻ്റോട്ട് പറഞ്ഞ് മോളെ നബീസ, നബീസ, നബീസ ബീവി, പാപ്പ വിളിക്കുന്നിടത്തോട്ട് വാ മോളെ. ഹസനാരിക്കൊരരിമ മകളുണ്ട്, ആയിഷ പെണ്ണ്, അവള് കസലയില കണ്ണുമുണ്ട്, ചന്തവുമുണ്ട്. എന്താണ് പാപ്പ? ആ, പാപ്പാടെ പുന്നാര മോളോട് പാപ്പ ഒരു കാര്യം പറയണ്ട. വാ മോളെ. നമ്മുടെ ശാരദ വരുമ്പോൾ അവളോട് ചോദിച്ച് അവളുടെ കെട്ടിയൻ ദേവി എവിടാന്നൊന്നറിയണം. എനിക്ക് വയ്യ പാപ്പ. നബീസ, മോളെ നബീസ, എന്താ അണ്ടി മുണ്ടാത്തത്? നബീസ, മോളെ നബീസ, പാപ്പാടെ മോളെ നബീസ, നബീസ. എന്താണ് പാപ്പ? പാപ്പാക്ക് കച്ചവടം ഉണ്ടോ? ഉണ്ട്. വീണ്ടും ഒരു മക്കാരിന്റെ പുട്ട് കച്ചവടമല്ല പറയുന്നത്. പാപ്പ കശാപ്പ് കടയുണ്ടോന്ന്? പാപ്പായ്ക്ക് കശാപ്പ് കട ഇപ്പോഴില്ല. എന്താടി ഇല്ലാതായി പോയത്? എന്താടി ഇല്ലാതായി പോയത്? നിന്റെ കെട്ടിയും കാരണം വന്നോ? ആണോന്ന്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. ആ രവി എവിടാന്നറിഞ്ഞാൽ പാപ്പാക്ക് 5000 രൂപ കിട്ടും. 1000 രൂപയും പൊന്നും കൊടുത്ത് നമ്മുടെ മോളെ നമ്മൾ വലിയൊരുത്തനെ കൊണ്ട് കിട്ടി. സാർ പാപ്പായെ പറ്റിക്കാൻ പറയുന്നതാണ്. നിന്റെ മോളെ വലിയൊരുത്തനെ കൊണ്ട് കെട്ടിച്ചില്ലേ പാപ്പ അസനാരൻ? പാപ്പ പാവമായത് കൊണ്ട് സാർ പറയുന്ന എല്ലാം വിശ്വസിക്കുക. നിന്റെ മോളെ വലിയൊരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്ന പാപ്പ പട്ടാങ്ങായിട്ട് പറയും. എന്നെ ആരെ കൊണ്ട് കെട്ടിക്കണ്ട, എനിക്ക് കെട്ടിയവനുണ്ട്. പാപ്പ, പാപ്പ, നബീസ, എന്റെ കുഞ്ഞുങ്ങൾ എവിടെ? എന്റെ മക്കൾ എവിടെ? നബീസ, എന്റെ മോൻ എവിടെ? മോളെ വിട്ട നബീസ, എന്റെ അമ്മണി, എന്റെ മോൻ അവരെങ്ങാണ്ടൊക്കെ ഉണ്ട് മോളെ. എങ്ങാണ്ടൊക്കെ പറ നബീസ, എന്റെ മക്കൾ എവിടെ? എന്റെ മോൾ എവിടെ? എന്റെ മോൻ എവിടെ? മൂത്താപ്പായോടൊന്നും തോന്നരുത് മോളെ. അവരെ ഇവിടെ താമസിപ്പിച്ച മൂത്താപ്പായ പോലീസുകാര് കൊല്ലും മോളെ. അവരെങ്ങാണ്ടങ്ങ് പോയി.
എന്റെ കുഞ്ഞുങ്ങൾ എവിടെ നബീസ? എന്റെ അമ്മണി എവിടെ? ഞാൻ പറയാം, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. നിന്റെ അമ്മണിയും നിന്റെ അപ്പവും നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. അവര് മരിച്ചുപോയി എന്ന് നീ പറഞ്ഞാലും എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു നബീസ. തന്തയും തള്ളയും ഇല്ലാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ആ രണ്ട് കുഞ്ഞുങ്ങളെ നീ റോഡിൽ വിട്ടുകളഞ്ഞല്ലോ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനില്ലെങ്കിലും അവരുടെ മൂത്താപ്പ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അവർക്ക് ഞാനില്ലെങ്കിലും അവരുടെ കൊച്ചമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു.